എന്നിട്ടെന്താ കൂട്ടുകാരനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാഞ്ഞത്? അതിനവൻ ഇന്നല്ലേ വന്നത്. ഇനി ഒരു ദിവസം വിളിക്കാം. വേണുട്ടൻ എന്താ ആലോചിക്കുന്നത്? എന്നോട് പറഞ്ഞൂടെ? നിന്നോട് ഞാൻ വൈശാഖനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതല്ലേ. അവന് ജോലിക്ക് പോകേണ്ട ഒരു കാര്യവുമില്ല. അവന്റെ അച്ഛൻ കോടീശ്വരനാണ്. ഇനി ബിസിനസ് വല്ലതും പൊളിഞ്ഞോ എന്തോ? ആർക്കറിയാം? ചോദിക്കാൻ മേലായിരുന്നു. പിന്നെ കൂട്ടുകാരന്റെ വിശേഷങ്ങൾ വേറെന്തൊക്കെയാ? ഒരു വിശേഷവുമില്ല. നീ ആ ലൈറ്റ് ഓഫ് ചെയ്ത് ഒന്ന് ഉറങ്ങാൻ നോക്ക്. ഇതാണ് വീടിന്റെ ഉടമസ്ഥൻ കരുണാകരൻ പിള്ള. വെൽക്കം. കോളേജിൽ ലെക്ചറാണെന്ന് അറിഞ്ഞപ്പോ സമാധാനമായി. കൃത്യമായി വാടക കിട്ടുമല്ലോ. പിന്നെ വേണു സാറിന്റെ കൂട്ടുകാരനാണെന്ന് അറിഞ്ഞപ്പോ സന്തോഷവുമായി. എന്റെ വീടിന്റെ മുകളിൽ കൂടെയാ പ്ലെയിൻ വരുന്നതും പോകുന്നതും. തൊട്ടു പുറയില പ്ലേയിങ് ഗ്രൗണ്ട്. പിള്ള എന്താ പറഞ്ഞത്? പ്ലെയിൻ പ്ലെയിൻ. അപ്പോ പറ്റന്റെ ഇടയിൽ തന്നെ ആയിക്കോട്ടെ. ആലോചിച്ച് കഴിഞ്ഞു? ഓ, അതിലൊന്നും വിശ്വാസമില്ലായിരിക്കും. അടുത്ത വീട്ടിലെ മേനോൻ സാറ് ബാങ്ക് മാനേജർ, നല്ല മനുഷ്യന്. ഈ അഡ്വാൻസ് പരിപാടി കഴിഞ്ഞില്ലേ? നീ ഇടപെടുന്നില്ലല്ലോ. അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. എന്നാ പറഞ്ഞു വിട്, വല്ലാതെ ബോറടിക്കുന്നു. എന്നാ ശരി, കാണാം. അപ്പൊ സാറേ നമുക്ക് പോവാം. പിള്ളേ അങ്ങ് നടന്നു വെക്കും. നമുക്ക് പിന്നെ കാണാം. നീ ഇങ്ങനെ മടി പിടിച്ച് കിടന്നാലോ? എഴുന്നേക്കടാ, നമുക്ക് ഇതൊക്കെ ഒന്ന് പിടിച്ച് നേരെ ഇടാം. ഇതൊക്കെ മതി. അത് കൊള്ളാം. ഒന്ന് സഹായിക്കാന്ന് വെച്ചപ്പോൾ അവനെ കണ്ടില്ലേ? എനിക്ക് നിർബന്ധമൊന്നുമില്ല. എന്ത് പറ്റി? ഇന്നലത്തെ കെട്ടുവിട്ടില്ലേ? രാവിലെ തന്നെ ഒരു സോപ്പർ ഡോസ് അടിച്ചല്ലോ. പിന്നെന്താ? എഴുന്നേക്കടാ. പിടിച്ചോ. സാറേ, ഈ വാതിലൊക്കെ വലുതാക്കി വെച്ചൂടെ? നടന്നു നടന്ന് എന്റെ ആഫീസ് പൂട്ടി. തോട് രണ്ടും പോയെന്ന് തോന്നുന്നു. അയ്യോ, നീ ഇതൊക്കെ അകത്ത് കൊണ്ടുപോയി വെക്ക്. പിടി. ഇതെങ്ങനെ കടത്തും? ഇരുന്നോ. എല്ലാം അകത്ത് കൊണ്ടുപോയി വെച്ചു. ഇനി എന്താണാവോ വേണ്ടേ? വല്ലതും കഴിക്കണ്ടേ? ചോറോ കറിയോ വല്ലതും ഉണ്ടാക്കാൻ നോക്ക്. എളുപ്പം കിട്ടണമെങ്കിൽ ചൈനീസാ നല്ലത്. അതോ ചങ്കൂരി ചിക്കൻ വേണോ? ഇവിടെ ഒന്നും വയ്ക്കണ്ട, ഹോട്ടലിൽ നിന്ന് വല്ലതും വാങ്ങിച്ചാൽ മതി. മതി, എനിക്കതാ ഇഷ്ടം. നീ പോയി വല്ലതും വാങ്ങിച്ചോണ്ട് വാ. രണ്ടുപേർക്ക് മതി. അപ്പൊ കുട്ടനോ? നിനക്കും കൂടിയാ പറഞ്ഞത്. ഞാൻ വീട്ടിൽ പോവാ. വേഗം വേണം. ഇവൻ ഏതാടാ? നല്ലവനാ. നിന്റെ വീട്ടുടമസ്ഥൻ പിള്ളയുടെ കൂടെ ആയിരുന്നു. അയാളുടെ പെമ്പർനോത്യമായി വഴക്കിട്ട് അവൻ അവിടെ നിന്ന് പോന്നു. എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ കൊള്ളാമെന്ന് എന്നോട് പറഞ്ഞു. ഞാനും ഓർത്തു ഏതായാലും നിനക്കൊരാളെ ആവശ്യമാണല്ലോ എന്ന്. വേണ്ട, എന്നെ സഹായിക്കാൻ ഒരാളും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, പറഞ്ഞു വിട്ടേക്ക്. വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാ, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. എന്നാ ഞാൻ പറട്ടെ. വൈകിട്ട് ഫാമിലിയും കൊണ്ട് അമ്പലത്തിൽ പോകണം. അല്ല, നീ അമ്പലത്തിൽ പോക്കൊക്കെ നിർത്തിയോ? പിന്നെ ഒരു കാര്യം, ഇത് ലോഡ്ജൊന്നും അല്ല. അപ്പുറത്തും ഇപ്പുറത്തും വീടുകളൊക്കെ ഉണ്ട്. ഇത് അല്പം സൂക്ഷിച്ചു വേണം. ആളുകളെ കണ്ട് അതും ഇതും പറയിപ്പിക്കരുത്. 2 മാസത്തെ വാടക അഡ്വാൻസ് കൊടുത്തല്ലേ പോകുള്ളൂ. ഓക്കോട്ടെ, പറ്റിയ ലോഡ്ജ് വല്ലതും ഉണ്ടോ നോക്കാം. എനിക്ക് ചുറ്റും ആരും വേലി കെട്ടാൻ നോക്കണ്ട. ഇവൻ എവിടുന്ന് വന്നടാ? ഒരക്ഷരം നല്ലതും ചീത്തയും പറയാൻ സമ്മതിക്കലെന്ന് പറഞ്ഞാൽ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. നീ എന്ത് വേണമെങ്കിലും ചെയ്തു. വേണമെങ്കിൽ തലയും കുത്തി മറിഞ്ഞു. എന്താ പോരെ? പിന്നെ ശ്രീമതി നിന്നെ അന്വേഷിച്ചു. നീ എന്നാ വീട്ടിലേക്ക് വരുന്നത്? അവളൊരു പ്രത്യേക ടൈപ്പാ. നീ അങ്ങോട്ട് വരാത്തത് ഞാൻ നിന്നെ ക്ഷണിക്കാത്തത് കൊണ്ടാണെന്നാ അവളുടെ വിചാരം. എന്നാ ഞാൻ പറട്ടെ. ബൈ.
എന്താ കറി, ചോറ്. അതൊന്നും വെച്ചേക്ക്. സാർ എന്താണ് ഇത്? ഇവിടെ തിന്നായിരിക്കണം പട്ടിയെ പൂച്ചാണെന്ന് വിചാരിച്ചോ? സാറേ, ഇത് ഉസ്മാനിയ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചതാ. വലിയ ഹോട്ടലാ. അല്ലേ ഹോട്ടല്? ഒരു വാഴ വായി വെക്കാൻ കൊള്ളില്ല. അല്ല സാർ, ദേ ഈ കറി ഒന്ന് കഴിച്ചു നോക്കും. ഒന്ന് കഴിച്ചു നോക്കും. എന്താണെന്നറിയാം. ഈ ചാരായം കുടിച്ചിട്ടാ എന്ത് കഴിച്ചാലും ഒരു സ്വാദില്ലാത്തത്. ഞാനൊന്ന് നോക്കട്ടെ, സ്വാദുണ്ടോ നോക്കട്ടെ. ശരിയാ, ഹോട്ടൽ ഉസ്മാനിയ. ഇത് ഉസ്മാനിയ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയതാ. പൊയ്ക്കോ. വേണ്ട സാർ, വേണ്ട. പൊയ്ക്കോളല്ലേ പറഞ്ഞത്? എനിക്കിവിടെ ആരും വേണ്ട. ഞാൻ എല്ലാ ജോലിയും ചെയ്യാം സാർ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ നല്ല കുക്കാണെന്നാ പിള്ളച്ചേട്ടൻ പോലും പറയുന്നത്. എന്നെ പറഞ്ഞു വിടരുത് സാർ, എനിക്കാരുമില്ല. ഒരു വേലക്കാരന്റെ ആവശ്യം എനിക്കില്ല. പാത്രങ്ങളെല്ലാം കഴുകി സ്ഥലം വിട്ടോണം. സാർ, നീ പോയില്ലേ? നിന്നോട് തന്നെ പോകാൻ പറഞ്ഞല്ലേ? ഞാൻ പോയില്ല. അതെന്താ പോവാഞ്ഞ? സാർ ഇന്നലെ രാത്രി പറഞ്ഞതല്ലേ, രാവിലെ മനസ്സ് മാറിയെങ്കിലോ. അതുകൊണ്ട് വേണു സാറ് പറഞ്ഞു. പിന്നെ പിന്നെ സാർ ആദ്യം ദേഷ്യപ്പെട്ടാലും പിന്നെ ഒരു ചായ കുടിക്കണമായിരുന്നല്ലോ. സാർ, ഞാൻ രാവിലെ വാങ്ങിച്ചോണ്ട് വന്നതാ. ഇന്നലെ തന്നെ 10 രൂപയിൽ ചായ വാങ്ങിച്ചതിന്റെ ബാക്കി കാശ്. സാർ, കാലത്ത് എന്താ ഉണ്ടാക്കേണ്ടത്? പുട്ടുണ്ടാക്കട്ടെ, അല്ലെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കട്ടെ? ഉപ്പുമാവ് ഉണ്ടാക്കാം. ചായ ഞാൻ ഗ്ലാസ് വെച്ച് ഇപ്പൊ കൊണ്ടുവരാം. നീ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചോ? സാർ ഇവിടുന്ന് പോകാൻ പറഞ്ഞാലും ഞാൻ പോവില്ല. ഞാൻ ചിലപ്പോ വായി തോന്നിയൊക്കെ വിളിച്ച് പറയും. അതൊക്കെ കേൾക്കാൻ തയ്യാറാണോ? നീ ചാരായം കുടിക്കോ? എനിക്കതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ഞാൻ ഇപ്പോഴും ചിന്ന പയ്യനാണെന്നാ പിള്ളച്ചേന്റെ ഭാര്യ പൊള്ളാച്ചി പറയുന്നത്. നിനക്ക് ഇവിടുത്തെ ചാരായ ഷാപ്പ് എവിടാണെന്ന് അറിയാമോ? അറിയാവോന്ന്? അറിയാം. അത് നമ്മുടെ അത് ചന്ത. ഞാൻ വൈകുന്നേരം വരുമ്പോ ഒരു കുപ്പി ചാരായം വാങ്ങിച്ചു വെച്ചേക്കണം. മേശയിലുണ്ട് പൈസ. സാറേ, എന്താടാ? ചാരായം കുടിക്കുന്നത് ചീത്തയാണെന്നാ മാതൃഭൂമി പേപ്പറിൽ എഴുതിയിരിക്കുന്നത്. പറഞ്ഞാൽ അങ്ങോട്ട് കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. സൗകര്യമില്ല, ഇപ്പൊ തന്നെ സ്ഥലം വിട്ടോ. ആഹാ, കുട്ടൻ പോയില്ലേ? സാറ് നിന്നോളാൻ പറഞ്ഞു. ഇവരാണോ ഈ വീട്ടിൽ താമസിക്കുന്നത്? എന്താടാ? ഒന്നുമില്ല. ആ കുട്ടി നമ്മുടെ കോളേജിലാ. പേര് മായ, MA ഫൈനൽ ഇയർ. നല്ല കലാകാരിയാ. പെയിന്റിങ്, കവിത, പാട്ട്, അങ്ങനെ എല്ലാ അസുഖങ്ങളും ഉണ്ട്.
സാറേ വൈകിട്ട് നേരത്തെ വരണേ, കുട്ടൻ ഒറ്റയ്ക്കാ. അത് വേണു സാറല്ലേ? എന്റെ കോളേജിലെ PD. ഈ റാസ്കലാണോ ഈ വീട് എടുത്തിരിക്കുന്നത്? ആശമായല്ലോ, ഇനി തമ്മിൽ തല്ലാനുള്ള നേരം കാണും. എന്തിന്? നീ നിന്റെ പാട് നോക്കിയിരുന്നാ മതി. പിന്നെ അയാളുടെ മെക്കിട്ട് കയറാൻ വന്നാൽ അപ്പൊ നോക്കാം. ഇതിലും ഭേദം മാസം തന്നെയായിരുന്നു. ഞാൻ ആ കർണാരമുള്ളതെന്ന് കാണട്ടെ. നീ ഒന്നും പറയാൻ പോണ്ട, പിള്ളയുടെ ഡാഡി പറഞ്ഞോളൂ. ഇയാള് വേണു സാറിന്റെ ആരാ? Had only a very brief period of poetic activities, but he proved himself to be a complete romantic poet. This poetry is a strange combination of sound, color and perfumes. He fully developed a romantic cult of beauty. He's a typical romantic poet. The opening stanza of our poem, like a dramatist, he prepares the stage for the action to follow. The opening stanza suggests the dim, distant world of the past, even in the minute particulars. കുട്ടിക്ക് തന്നെ പേടിയാണോ അന്ന് വഴക്ക് പറഞ്ഞത്? അതൊക്കെ ഫസ്റ്റ് ആയതുകൊണ്ട് വെറുതെ പോസ് കാണിച്ചല്ലേ, വിഷമൊന്നുമില്ലല്ലോ. എന്താടോ ഒന്നും ഒരുപ്പില്ലേ? വല്ലപ്പോഴൊക്കെ പറഞ്ഞാകാം. ഇറ്റ് ഈസ് നോട്ട് ഇൻജൂറിയസ് ടു ഹെൽത്ത്. എനിക്കൊന്നും വേണ്ട. Both of you stand up. Get out. I said both of you get out. ആ ലേഖ ആകെ അപ്സെറ്റാ. എന്തിന്? നീ ശങ്കറിനെ തിരിച്ചു കൊടുക്കണമെന്ന ഡിമാൻഡ്. ചേടാ, ഞാനെന്താ ശങ്കറിനെ മടി കെട്ടിവെച്ചുകൊണ്ട് നടക്കണോ? ഇത് കഷ്ടം തന്നെ. പറയാനുള്ളത് എന്നോട് നേരിട്ട് പറയാൻ പാടില്ലായിരുന്നു. ഈ വളഞ്ഞു തിരിഞ്ഞ് മൂക്കി പിടിക്കുന്നത് എനിക്കിഷ്ടമല്ല. ആരായാലും ശരി, ഞാൻ എത്ര പറഞ്ഞിട്ടും അവർക്ക് വിശ്വാസം വരുന്നില്ല. ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊരു ചുക്കുമില്ല. ആ, പ്രീ ഡിഗ്രി സ്റ്റുഡൻസ് പറയുന്നത് കേട്ടു, പുതിയ ലെക്ചറുടെ ഇംഗ്ലീഷ് ക്ലാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന്. സമയം പോകുന്നതേ അറിയുന്നില്ലെന്ന്. ആണോ? ഓ, ഞങ്ങൾക്ക് ഒരെണ്ണം ഉണ്ട് ഇംഗ്ലീഷ് എടുക്കാൻ. സൗമിനി ടീച്ചർ. സ്ലീപ്പിംഗ് പിൽസ് പോലെ അവരുടെ ക്ലാസ് തുടങ്ങി അപ്പം ഉറക്കം വരും. ഈ ലെക്ചറർ അങ്ങനെയൊന്നും അല്ലെന്നാ. എന്താ അയാളുടെ പേര്? വൈശാഖൻ. നല്ല പേരല്ലേ? വാ. നാളെ രാവിലെ തന്നെ തിരിച്ചു വന്നേക്കാം. അല്ല, കാശ് വേണേ കാശ് തരാം. പുതിയ താമസം തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പൊ പാലുകാരനെ ഏർപ്പെടുത്താൻ സമയം കിട്ടില്ല, അതുകൊണ്ടാ. അതിനെന്താ മോനെ, ഇത്തിരി പാലിന്റെ കാര്യമല്ലയോ, തിരിച്ചു തന്നില്ലേലും വേണ്ടിയല്ല. അല്ല, അത് പ്രശ്നമൊന്നുമല്ല. പാലാ അടുത്ത വീട്ടിലെയാ ഞാൻ. പറമേ, ആരാ അത്? ഇതെന്താ ധർമ്മസ്ഥാപനോ? ആരോ ഒന്ന് എന്ത് ചോദിച്ചാലും മാറി കൊടുക്കാൻ? അതല്ല കുഞ്ഞെ. എന്താവല്ല, ഒരു അക്ഷരം പണ്ടരുത്. ആ വീട്ടിൽ നിന്ന് ആരും ഒന്ന് എന്ത് ചോദിച്ചാലും ഒരൊറ്റ സാധനം പോലും ഇതിന്റെ അകത്ത് നിർത്ത് കൊടുത്തു പോരുത്. ഇരന്ന് വാങ്ങാൻ നടക്കുന്ന തെണ്ടികള്. അല്ല, ചേട്ടൻ എന്താ പറഞ്ഞത്? പിന്നെ ഇത് ഓശാരം വാങ്ങിച്ചൊന്നുമല്ല. ഇത്രയും പാല് മടക്കി തരാമെന്ന് പറഞ്ഞിട്ട് തന്നെയാ വാങ്ങിച്ചത്. കാശ് പണി കാശ് പിടിച്ച് 5 രൂപ. ഇത്രയും പാലിന് ദുബായിൽ വരെ 2 രൂപയേ ഉള്ളൂ. അല്ലെങ്കിൽ വേണ്ട, ഈ പാലുകൊണ്ട് ചായ ഉണ്ടാക്കി കുടിച്ചാൽ വയറ്റിളക്കം പിടിക്കും. ഈ നിൽക്കുന്ന അമ്മയുടെ മനസ്ഥിതി പോലും നിങ്ങൾക്ക് ഇല്ലാതായി പോയല്ലോ എന്റെ സാറേ. നിങ്ങൾ എന്ത് കണ്ടിട്ടാ ചിരിക്കുന്നേ? ഉച്ചിഷ്ട സുന്ദരമായ ആ വട്ടമുഖം കണ്ടിട്ടായിരിക്കും. ഒന്ന് പോടോ. കുട്ടനെന്നാ പേര്, ആ വീട്ടിലെയാ. മായ എന്ന പേര് ഈ വീട്ടിലെയാ.